കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബെനിഫിറ്റ്സ് ആണല്ലേ പറഞ്ഞത്. ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് അതിൻ്റെ കുറച്ച് ഡീമെറിറ്റ്സ് ആണ്. സോ ഡെസ്പൈറ്റ് ബീയിങ് എ ഡൈനാമിക് ഫോഴ്സ് വിച്ച് ഹാസ് ആൻ ഇൻയൂമസ് പൊട്ടൻഷ്യൽ ടു ജനറേറ്റ് ഓവറോൾ എക്കണോമിക് ഗെയിൻസ്. യെസ്, അതായത് എക്കണോമിക് ഗെയിൻസ് ഇൻ ടേംസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഡെവലപ്മെൻറ്റിലായാലും മണി ടേംസിലായാലും ഇൻകം ടേംസിലായാലും ഒക്കെ എക്കണോമിക് ഗെയിനാണ്. ഒരു പോസിറ്റീവ് സം ഗെയിമാണല്ലേ നമ്മുടെ ഇൻ്റർനാഷണൽ ട്രേഡ്. അതുപോലെ തന്നെ ഇവിടെ പറയുന്ന പോയിൻ്റാണ് ലിബറൽ ഗ്ലോബൽ ട്രേഡാണ് ഇപ്പോൾ നടക്കുന്നത്. ലിബറൽ എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ടുള്ള ട്രേഡാണ്. ഏത് രാജ്യത്തു നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാം, അവിടെ നിന്ന് നമുക്ക് ഇവിടെ നിന്ന് അവിടേക്ക് എക്സ്പോർട്ട് ചെയ്യാം. പല പല പ്രൊഡക്ട്സ് ഇങ്ങോട്ട് വരുന്നു പോകുന്നു. അതിൻ്റെ ഒക്കെ കാരണം എന്താണ്? ഓൺലി ബിക്കോസ് ഓഫ് ദിസ് ഇൻ്റർനാഷണൽ ട്രേഡ്. ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ ഓഫൻ ക്രിട്ടിസൈസ്ഡ്. ഇവിടെ പറയുന്നുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റും നടക്കുന്നുണ്ടെന്ന്. യെസ്, അതായത് ഇപ്പോൾ ആപ്പിളിൻ്റെ കമ്പനി നമ്മുടെ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള രീതിയിൽ അവരുടെ ഒരു കമ്പനി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു. എന്നിട്ട് ആപ്പിൾ മാനുഫാക്ചറിങ് യൂണിറ്റൊക്കെ ഇന്ത്യയിൽ തുടങ്ങി. അപ്പം അതിൻ്റെ ഒക്കെ കാരണം എന്താണ്? അതിൻ്റെ ഒക്കെ കാരണം എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലാത്ത ഫ്രീ ട്രേഡ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ട്രേഡ് കാരണമാണ്. ആൻഡ് ഇത് എന്ന് പറഞ്ഞത് ആർ ഓഫൻ criticized as detrimental to national interest. ഓക്കെ, അപ്പം ഇതിനും കുറച്ച് ക്രിറ്റിസിസംസ് ഉണ്ടെന്നാണ് പറയുന്നത്. ദ മേജർ ആർഗ്യുമെൻറ്റ്സ് പുട്ട് ഫോർത്ത് അഗെയിൻസ്റ്റ് ട്രേഡ് ഓപ്പൺനെസ് നോക്കാം. അപ്പം ഇങ്ങനെ ഇത്രയും ഫ്രീ ആയിട്ട് ട്രേഡ് ഓപ്പൺ ആയിട്ട് ഇട്ട് കൊടുത്തതിൽ കുറച്ച് മേജറായിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് എഗെയിൻസ്റ്റ് ഉണ്ട് നോക്കാം. അപ്പം ഇൻ്റർനാഷണൽ ട്രേഡ് ഈസ് ഓഫൻ നോട്ട് ഈക്വലി ബെനിഫിഷ്യൽ ടു ഓൾ നേഷൻസ്. Potential unequal market access and disregard for the principles of a fair trading system may even amplify the difference between the trading countries, especially if they differ in their wealth. അത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അതായത് നല്ല ഡെവലപ്ഡ് കൺട്രിയും അതുപോലെ തന്നെ ഒരു അണ്ടർ ഡെവലപ്ഡ് കൺട്രിയും തമ്മിൽ ട്രേഡ് നടത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ഡെവലപ്ഡ് കൺട്രി വളരെ ഒരു അവരുടെ ആ ഒരു ഇത് കാണിക്കും. അതായത് അണ്ടർ ഡെവലപ്ഡ് കൺട്രി ഒന്നും അല്ലാത്ത രീതിയിലും ഡെവലപ്ഡ് കൺട്രി വലിയ ഇതായിട്ട് അവരുടെ പ്രൊഡക്ട്സൊക്കെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ അണ്ടർ ഡെവലപ്ഡ് കൺട്രിയിലത്തെ ചെറുകിട വ്യാപാരികൾക്കൊക്കെ വലിയൊരു കോമ്പറ്റീഷനാണ് സംഭവിക്കുക. അതുമാത്രമല്ല വലിയ രീതിയിൽ അവർ കളിക്കും അണ്ടർ ഡെവലപ്ഡ് കൺട്രിയുടെ അടുത്തൊക്കെ. ഇപ്പം നമ്മൾ പറയില്ലേ സുഡാൻ പോലുള്ള രാജ്യങ്ങളും അതുപോലെ തന്നെ വലിയ വലിയ ഡെവലപ്ഡ് കൺട്രീസൊക്കെ വരുമ്പോൾ അങ്ങനെ പ്രശ്നങ്ങൾ സംഭവിക്കും. അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. എല്ലാവരും ഈക്വൽ ആവണം എന്നില്ലല്ലോ സ്ട്രെങ്ത്തിൽ കൺട്രീസ്. അപ്പം അങ്ങനെ സ്ട്രെങ്ത്ത് കുറഞ്ഞ കൺട്രീസുമായിട്ട് ട്രേഡ് നടത്തുമ്പോൾ ഒരു ഫെയർനെസ് കുറവ് ഉണ്ട് എന്നാണ്. Okay, I mean, economic exploitation is likely outcome when underprivileged countries become vulnerable to the growing political power of corporations operating globally. The domestic entities can be easily outperformed by financially stronger transitional companies. ഇതന്നെയാണ് ഈ പോയിൻ്റ് തന്നെയാണ് ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞത്. രണ്ട് പോയിൻറ്റും ഏകദേശം ഈക്വലാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ വെൽത്തിലൊക്കെ ഡിഫറൻസുള്ള കൺട്രീസ് തമ്മിൽ ട്രേഡ് ചെയ്യുമ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, ഒരുപോലുള്ളൊരു മാർക്കറ്റ് ആക്സസ് ഒന്നും കിട്ടണമെന്നില്ല. അതായത് ഭയങ്കര വെൽത്തുള്ള കൺട്രിയിലത്തെ ഒരു സാധനം ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ അത്രയും പൈസ കൊടുക്കണ്ടേ. അപ്പം ഈ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിനൊന്നും അത് വാങ്ങാനായിട്ട് പറ്റില്ല. പിന്നെ അവിടെ ഒരു വിഷമാവും, പിന്നെ അങ്ങനെ പ്രശ്നമാവും. അപ്പോൾ ഇവർക്ക് ഇൻഫീരിയർ ആയിട്ട് ഫീൽ ചെയ്യും. ഈ അണ്ടർ ഡെവലപ്ഡ് കൺട്രിക്ക് അവർ അത്രയും പൈസ കുറഞ്ഞുകൊണ്ടല്ല അത് വാങ്ങാൻ പറ്റാഞ്ഞ് അങ്ങനെയുള്ളൊരു ഫീൽ വരും. പിന്നെ അങ്ങനെ പ്രശ്നമാവും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ ഇമ്പോർട്ട് ചെയ്തു, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളെ രാജ്യത്ത് കുറേ ഇമ്പോർട്ട്സൊക്കെ നിറഞ്ഞെന്ന് വിചാരിക്കുക. അപ്പം ഈ ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സിന് ഭയങ്കര ഒരു പ്രയാസം സൃഷ്ടിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് പോയിൻ്റാണ് സബ്സ്റ്റാൻഷ്യൽ എൻവയോൺമെൻറ്റൽ ഡാമേജ് ആൻഡ് എക്സ്ഹോർഷൻ ഓഫ് natural resources in a shorter span of time could have serious negative consequences on society at large. യെസ്, അതായത് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ വാട്ടറിനൊക്കെ മലിനമാക്കുക, നല്ല ക്ലീൻ വാട്ടറിനൊക്കെ മലിനമാക്കുക, ഇങ്ങനെ ഫാക്ടറിയിലത്തെ വേസ്റ്റൊക്കെ കളഞ്ഞിട്ട്. അതുപോലെ തന്നെ എക്സ്ഹോഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസിനെ ഇപ്പം എയർ പൊല്യൂഷനൊക്കെ നടത്തുമല്ലോ ഫാക്ടറിയിലത്തെ ഈ കടുത്ത പുക വന്നിട്ട്. ഓക്കെ, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ എയർ പൊല്യൂഷൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്.
അപ്പോൾ അതൊക്കെ വലിയ വലിയ കോർപ്പറേറ്റീവ് കമ്പനീസൊക്കെ വരുമ്പോൾ അങ്ങനെ നാച്ചുറൽ റിസോഴ്സസിനെ മരങ്ങളൊക്കെ മുറിച്ചിട്ട് അവിടെയൊക്കെ ആയിരിക്കും പുതിയ പുതിയ കൺസ്ട്രക്ഷൻ ബിൽഡിങ്സൊക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ പ്രശ്നമാണ്. പിന്നെ മെയിനായിട്ടുള്ള പ്രശ്നം നമ്മളെ ബിസിനസ് സൈക്കിൾ എന്നുള്ള ചാപ്റ്റർ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും പോയി കാണണം. ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു എ ലോട്ട്. സോ അപ്പോൾ അതിൽ ട്രേഡ് സൈക്കിൾസ് ആൻഡ് ദ അസോസിയേറ്റഡ് എക്കണോമിക് ക്രൈസിസ് ഒക്യൂറിങ് ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ് ആർ ഓൾസോ ലൈക്ലി ടു ഗെറ്റ് ട്രാൻസ്മിറ്റഡ് റാപ്പിഡ്ലി ടു അതർ കൺട്രീസ്. യെസ്, അപ്പം ട്രേഡ് സൈക്കിൾസൊക്കെ എപ്പോഴും പൊട്ടിപ്പുറപ്പെടുക എവിടെ നിന്നാണ്? ക്യാപിറ്റലിസ്റ്റ് അല്ലേ, ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ നിന്നാണ് അതൊക്കെ വരുന്നത്. അപ്പം ഈ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ പ്രൈവറ്റ് ആണല്ലോ മുഴുവനും. അപ്പം ഈ പറഞ്ഞ പോലെ അമേരിക്ക അങ്ങനത്തെ രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ് ഈ ഒരു ട്രേഡ് സൈക്കിൾ വരിക. പിന്നെ അത് ട്രാൻസ്മിറ്റ് ചെയ്ത് എല്ലാ രാജ്യങ്ങളിലേക്കും എത്തും എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ കുറേ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. ഗ്രേറ്റ് ഡിപ്രഷൻ പറഞ്ഞിരുന്നു, പിന്നെ 2008 ഒരു ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിയിലേക്ക് ഇങ്ങനെ പാസ് ചെയ്ത് പോണതിൻ്റെ കാരണം എന്താണ്? ഈ ട്രേഡ് റിലേഷൻസ് കാരണമാണ് മറ്റൊരു കൺട്രിക്ക് ഇത് പകരുന്നത്. അല്ലാണ്ട് ഇപ്പോൾ കൊറോണ ഒരാളെടുത്ത് മറ്റാൾ നിൽക്കുമ്പോൾ പകരുന്ന പോലെ പകരുന്നതാണോ ഈ ട്രേഡ് സൈക്കിൾ? അങ്ങനെയല്ല. അതായത് ഈ ട്രേഡ് റിലേഷൻ കാരണമാണ് ഈ ട്രേഡ് സൈക്കിൾ അല്ലെങ്കിൽ ബിസിനസ് സൈക്കിൾ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പടരുന്നത്. അപ്പോൾ അതെന്താണെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞാൽ, ഇപ്പം ആമസോണിൽ 1 lakh പീപ്പിൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആമസോണിൻ്റെ ബ്രാഞ്ചിൽ ഇന്ത്യയിൽ 1 lakh പീപ്പിൾ ഇന്ത്യക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആമസോണിൻ്റെ കമ്പനി അവരുടെ അമേരിക്കയിൽ ഫിനാൻഷ്യൽ ക്രൈസിസ് കാരണം അവരുടെ ഔട്ട്ലെറ്റുകളൊക്കെ പൂട്ടി തുടങ്ങി. ഓക്കെ, അപ്പം ഇന്ത്യയിൽ ആൾക്കാരെ അത്രയും ഹയർ ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. അപ്പോൾ അവരെന്തു ചെയ്തു? അവരുടെ ഫിനാൻഷ്യൽ ക്രൈസിസ് കാരണം അവർ ഈ 1 ലക്ഷം പേരിൽ നിന്ന് 80,000 ആളുകളെ പിരിച്ചു വിട്ടു എന്നുള്ളതാണ്. അപ്പം ഒറ്റ സഡൻ എത്ര പേരെ പിരിച്ചു വിട്ടു. അപ്പോൾ എന്താ സംഭവിക്കുക? ഇന്ത്യക്കാർക്കും ഈ അൺഎംപ്ലോയ്മെൻറ്റ് സംഭവിച്ചു, ഇൻകം കുറഞ്ഞു. അങ്ങനെ ഇന്ത്യയിലും ആ ഒരു ട്രേഡ് സൈക്കിൾ പടർന്ന പോലെ ആയില്ലേ. ഇപ്പോൾ ഇൻകം കുറഞ്ഞില്ല എല്ലാവരുടെയും, പിന്നെ അൺഎംപ്ലോയ്മെൻ്റ് ആയി. അപ്പം അങ്ങനത്തെ രീതിയിലാണ് ട്രേഡ് സൈക്കിൾ പകരുന്നു എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഐ ഹോപ്പ് യു ഗോട്ട് ദ പോയിൻറ്റ്. ഇനി നെക്സ്റ്റ് പോയിൻ്റാണ് റിസ്കി ഡിപ്പെൻഡൻസ് ഓഫ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ഓൺ ഫോറിൻ നേഷൻസ് ഇമ്പയേഴ്സ് എക്കണോമിക് ഓട്ടോണമി ആൻഡ് എൻഡേഞ്ചേഴ്സ് ദെയർ പൊളിറ്റിക്കൽ സൊവേർണിറ്റി. ഈ പോയിൻ്റ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, വല്ലാണ്ട് നമ്മൾ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ഈ ഡെവലപ്ഡ് കൺട്രീസുമായിട്ട് എന്തെങ്കിലുമൊക്കെ രീതിയിൽ ട്രേഡ് നടത്തി കഴിഞ്ഞാൽ ഈ ഡെവലപ്ഡ് കൺട്രീസിന് ഒരു അതിമോഹം വരും. ഈ കൺട്രീനെ എനിക്ക് പിടിച്ചടക്കിയാലോ എന്നൊക്കെയുള്ള ഒരു അതിമോഹം വരും. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവരുടെ ഈ അണ്ടർ ഡെവലപ്ഡ് കൺട്രി ആയാലും അവിടെ പൊളിറ്റിക്സ് ഉണ്ടായിരിക്കും, കൾച്ചറൽ ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കും, അതൊക്കെ പോകും എന്നുള്ളതാണ്. എന്നിട്ട് പിന്നീട് ഇവരെ പിടിച്ചെടുക്കാനായിട്ട് നോക്കും എന്നുള്ളതാണ്. നല്ല എക്സാമ്പിളായിട്ട് ഉക്രൈനും റഷ്യയും പിന്നെ ഇസ്രായേലും ഗാസയൊക്കെ നല്ല എക്സാമ്പിളല്ലേ. അപ്പോൾ അങ്ങനെ എക്സാമ്പിൾസാണ് ഇവിടെ പറയുന്നത്. ഇനി ടു മച്ച് എക്സ്പോർട്ട് ഓറിയൻറ്റേഷൻ മേ ഡിസോർട്ട് ആക്ച്വൽ ഇൻവെസ്റ്റ്മെൻറ്റ് എവേ ഫ്രം ദ ജെന്യുവിൻ ഇൻവെസ്റ്റ്മെൻറ്റ് നീഡ്സ് ഓഫ് എ കൺട്രി. അപ്പം എക്സ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ കുറേ പ്രൊഡക്ഷൻ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാക്കും ചില പ്രൊഡക്ട്സിൽ. അതുമാത്രമല്ല, ഗവൺമെൻറ് എക്സ്പോർട്ടിനെ എൻകറേജ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേ സബ്സിഡിയും കാര്യങ്ങളൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന ആ പ്രൊഡക്റ്റിന് വേണ്ടി കൊടുക്കും. അപ്പം നാട്ടിൽ തന്നെ നമുക്ക് വേറെ പ്രൊഡക്ട്സ് ഉണ്ടായിരിക്കും സബ്സിഡിയും ഇതൊക്കെ ആവശ്യമുള്ളത്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള സബ്സിഡി ഒന്നും കിട്ടാത്തൊരവസ്ഥ വരും എന്നുള്ളതാണ്. അപ്പം ഒക്കെ എന്തും കൂടുതലായാൽ അമൃതവും വിഷം എന്നല്ലേ പറയുക. അപ്പോൾ അതുകൊണ്ട് അപ്പം ഒക്കത്തിനൊരു ബാലൻസ് വേണം. എക്സ്പോർട്ട് ചെയ്യാൻ എൻകറേജ് ചെയ്യണം, അതുപോലെ തന്നെ ഇൻറ്റേർണലിയും ഡൊമസ്റ്റിക്കലി ഉള്ള ആൾക്കാരെയും എൻകറേജ് ചെയ്യണം. പിന്നെ finally, there is often a lack of transparency and predictability in respect of many aspects related to trade policies of trading partners. There are also many risks in trade which are associated with changes in government's policies of participating countries, such as imposition of an import ban, high import tariffs or trade embargoes. Okay, അപ്പം trade embargoes, high import tariff എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇമ്പോർട്ടൊക്കെ തടയാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ടാക്സും കാര്യങ്ങളൊക്കെയാണ്. ഒക്കെ ഇമ്പോർട്ടിനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. പുറത്തുനിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഗവൺമെൻറ് കൊടുക്കുന്ന ടാക്സും കാര്യങ്ങളൊക്കെയാണ്
അപ്പോൾ ട്രേഡ് എംബാർഗോസ് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസിൽ പെട്ടതാണ്. അതിനൊക്കെ പറ്റി നെക്സ്റ്റ് യൂണിറ്റിൽ പഠിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള പോളിസി ചേഞ്ച് മറ്റൊരു കൺട്രീനെ നന്നായി ബാധിക്കും. അതായത് ചില സമയത്ത് ഗവൺമെൻറ് അറിയില്ലല്ലോ ഈ കച്ചവടക്കാർ തമ്മിലുള്ള ട്രേഡ്, അതായത് കൺട്രീസ് തമ്മിൽ ഇങ്ങനെ ട്രേഡ് നടക്കുമ്പോൾ. അപ്പം ഒരു രാജ്യം ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് കുറേ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു, കാരണം ഓർഡർ പിടിച്ചിട്ട്. അപ്പം അങ്ങനെ എക്സ്പോർട്ട് ചെയ്യാനൊക്കെ റെഡിയായി അവസാന മൊമെൻറ്റിൽ അവിടുത്തെ ഗവൺമെൻറ് എന്തെങ്കിലും ടാക്സ് കൂട്ടി എന്തെങ്കിലും ചെയ്താൽ വലിയൊരു പ്രശ്നമാവില്ല, അവർക്ക് വലിയൊരു നഷ്ടം വരാൻ ചാൻസ് ഉണ്ട്. കോസ്റ്റ് കൂടുമ്പോൾ പ്രോഫിറ്റ് കുറയും. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ സമ്മറി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.